ഓക്കെ, ഇപ്പോൾ പി എ മുഹമ്മദ് റിയാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതായി നമ്മൾ കാണുന്നു. 3 മിനിറ്റിന് മുമ്പാണ് ഈ പോസ്റ്റ് ഇട്ടുള്ളത്. വളഞ്ഞിട്ട് അടിച്ചോളൂ, പക്ഷേ സംഘപരിവാറിന് മുമ്പിൽ കുമ്പിടില്ല, അവസാന ശ്വാസം വരെയും പോരാടും എന്നാണ് പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ 3 മിനിറ്റിന് മുമ്പ് കുറിച്ചിട്ടിരിക്കുന്നത്. കാരണം ശരിക്കും ഈ വ്യാപകമായി 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി ശ്വാസം മുട്ടിക്കുന്നു എന്ന രീതിയിലുള്ള വേദനയിൽ നിന്നാണ് പി എ മുഹമ്മദ് റിയാസ് ഇത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വളഞ്ഞിട്ട് അടിച്ചോളൂ, പക്ഷേ സംഘപരിവാറിന് മുമ്പിൽ കുമ്പിടില്ല. ഇപ്പോൾ സ്ക്രീനിൽ കാണാം ആ ഫേസ്ബുക്ക് പോസ്റ്റ്. 3 മിനിറ്റ് മുമ്പാണ് അദ്ദേഹം ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവസാന ശ്വാസം വരെയും തങ്ങൾ പോരാടും, സംഘപരിവാറിന് മുമ്പിൽ കുമ്പിടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ബിനീഷ് കോടിയേരിയുടെ ഒരു പോസ്റ്റും വന്നിട്ടുണ്ട്. പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ട് ഒരു കാര്യവുമില്ല, മടിയിൽ കനമില്ലാത്ത സഖാവ് പിണറായി വിജയൻ മരണം വരെയും CPM ആയിരിക്കും. വല്ല കോൺഗ്രസ്സുകാരൻ്റെയും വീട്ടിൽ പോയി റെയ്ഡ് നടത്തിയാൽ ED പോരുന്ന വഴി BJPക്ക് ഒരു നേതാവിനെ കിട്ടും എന്നാണ് ബിനീഷ് കോടിയേരി ഫേസ്ബുക്കിൽ ഒരു പരിഹാസ രൂപേണ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റും ഏതാണ്ട് 1 മിനിറ്റിന് മുമ്പാണ് ബിനീഷ് കോടിയേരി ഇത്തരമൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ CMRലെ ശശിധരൻ കർത്തയുടെ വീട്ടിന് മുന്നിൽ നിന്ന് ഇപ്പോൾ ശശിധരൻ കർത്തയുടെ വീട്ടിന് മുന്നിൽ നിന്ന് ലാൽകൃഷ്ണ ചേർന്നു. ലാൽകൃഷ്ണ, അവിടെ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? അവിടെയും EDയുടെ റെയ്ഡ് ഉണ്ടല്ലോ, വിശദാംശങ്ങൾ. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വീട്ടിൽ തന്നെ EDയുടെ പരിശോധന നടന്നിരുന്നതാണ്. ആ സമയങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് SFI സമാന്തരമായ ഒരു അന്വേഷണം നടത്തുന്നതുകൊണ്ട് ED ഈ കേസിൽ അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല എന്ന് കാണിച്ചുകൊണ്ട് ശശിധരൻ കർത്ത അതോടൊപ്പം CMRലും ഇവരുടെ 4 ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ PMLA ആക്ട് പ്രകാരം കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് റിപ്പോർട്ടുകളുടെയോ FIRൻ്റെയോ ആവശ്യമില്ല. സമൻസ് അയച്ചാൽ ഹാജരാവുകയും അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുകയും ചെയ്യേണ്ടത് ഉത്തരവാദിത്തമാണ് എന്ന് ഹൈക്കോടതിയെ EDയും ധരിപ്പിച്ചിരുന്നു. ED ഉന്നയിച്ച വാദങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായൊരു ഉത്തരവും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രേഖകളോ മറ്റു കാര്യങ്ങളോ ഇതുവരെ ഹൈക്കോടതിക്ക് മുന്നിലോ അല്ലെങ്കിൽ EDക്ക് മുന്നിലോ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ട് CMRൻ്റെ ഭാഗത്തുനിന്നുള്ള നടപടികളും മറ്റു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. കള്ളപ്പണം വെളുപ്പിക്കൽ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് ED പരിശോധിക്കുന്നത്. EDക്ക് പുറമെ SFIO, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവരും സമാനമായ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഒന്നിലേറെ സെൻട്രൽ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് CMRലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കലും മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കേസുകളും. ഈ കേസിൻ്റെ അനന്തര നടപടികൾ എന്ന രീതിയിലാണ് EDയുടെ ഭാഗത്തുനിന്നുള്ള പരിശോധന ഒരേ സമയം 12 കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. ഇതിപ്പോൾ ആലുവയിലെ CMRലിൻ്റെ MD ആയിട്ടുള്ള ശശിധരൻ കർത്തയുടെ വസതിയാണ്. ഈ വസതിക്ക് തൊട്ടടുത്ത് തന്നെയാണ് CMRലിൻ്റെ ഓഫീസും നിലനിൽക്കുന്നത്. ഈ വീട്ടിലും ഓഫീസിലും ഒരേ സമയം തന്നെ തുടർച്ചയായിട്ട് പരിശോധനകൾ നടക്കുന്നു. രേഖകൾ അവർ പരിശോധിച്ച് പിടിച്ചെടുക്കുന്നുമുണ്ട്. നേരത്തെ ഹാജരാക്കാൻ പറഞ്ഞ വിവരങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ ഇവിടുന്ന് സ്വീകരിക്കാൻ കഴിയും എന്ന കാര്യമാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. മാത്രമല്ല ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ CMRൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കുന്നുണ്ട്. നേരത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് CMRൽ ഡൽഹിയിൽ സമർപ്പിച്ച രേഖകളിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കുന്നത്. അതായത് സേവനം നൽകിയതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ പണം വീണ വിജയൻ അടക്കമുള്ളവർക്ക് കൈമാറിയിട്ടുണ്ട് എന്നത് സെറ്റിൽമെൻറ്റ് ഫോമിലാണ് CMRൽ ബോധ്യപ്പെടുത്തിയിരുന്നത്. ആ സെറ്റിൽമെൻറ്റ് ഫോമിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോടതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ അന്വേഷണം ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.